തമ്പ് കണ്ട് പേടിച്ച മക്കളെ പേടിക്കണ്ട. ഈ വർഷം സ്കൂൾ കലോത്സവം ഉണ്ട്. കലോത്സവത്തിന്റെ ഡേറ്റ് വരെ ഡിക്ലെയർഡ് ആയിട്ടുണ്ട്. കലോത്സവമൊക്കെ അല്ലെങ്കിൽ പിന്നെ എന്ത് സ്കൂൾ ലൈഫിലടാ? കലോത്സവമൊക്കെ അല്ലേ മെയിൻ. കലോത്സവം, സ്പോർട്സ്, ആർട്സ്, ശാസ്ത്രമേള ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ സ്കൂൾ ലൈഫ് ഉണ്ടോ? ഇല്ല. കലോത്സവം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം അതിനെന്തിനും ശബ്ദമുയർത്തും. അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ ഈ വർഷത്തെ കലോത്സവത്തിന്റെ ഡേറ്റ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെയും സബ് ജില്ലാ, സ്കൂൾ, ജില്ല എല്ലാവിധ കലോത്സവത്തിന്റെ ഡേറ്റും എന്ത് ചെയ്തിട്ടുണ്ട്? ഡിക്ലെയർഡ് ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ്. അപ്പോൾ എന്താണ് കലോത്സവം എന്നൊക്കെ പറയുമ്പോൾ പല ആളുകൾക്കും പല മെമ്മറീസും പല ഓർമ്മകളൊക്കെ വരും. എനിക്കൊക്കെ ഒരുപാട് കലോത്സവത്തിൻ്റെ ഓർമ്മകളൊക്കെ ഉണ്ട്. ഞാൻ ജില്ല വരെ പോയിട്ടുണ്ട് കേട്ടോ, സ്റ്റേറ്റിൽ ഞാൻ പോയിട്ടില്ല. നമ്മളെ സ്റ്റേറ്റ് കലോത്സവം എന്നൊക്കെ പറയുമ്പോൾ ഏഷ്യയിലെ തന്നെ നമ്പർ 1 ഫെസ്റ്റിവലാണ്, ഏഷ്യയിലെ തന്നെ നമ്പർ 1 ആർട്സ് ഫെസ്റ്റിവലാണ് എന്ത് നമ്മളെ കേരള സ്റ്റേറ്റ് സ്കൂൾ കലോത്സവം. കഴിഞ്ഞ വർഷം കണ്ണൂർ ജില്ല ഫോട്ടോ ഫിനിഷിൽ കോഴിക്കോടിനെയും പാലക്കാടിനെയും പിന്തള്ളി 1ാം സ്ഥാനമൊക്കെ നേടി. കേരളത്തിൽ ഞാൻ പറയുമ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനാണ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ തന്നെ വേൾഡ് കപ്പ്, ഇപ്പോൾ ഫുട്ബോൾ വേൾഡ് കപ്പ്, അതേപോലെ തന്നെ എലക്ഷന്, ഈ 2 സംഭവത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ഭയങ്കര ഉറ്റുനോക്കുന്നൊരു സാധനമാണെന്ത് കേരള സ്കൂൾ സംസ്ഥാന കലോത്സവം. കാരണം ഏത് ജില്ല കപ്പടിക്കും? കോഴിക്കോട് അടിക്കുമോ, മലപ്പുറം അടിക്കുമോ, പാലക്കാട് അടിക്കുമോ, കണ്ണൂർ അടിക്കുമോ? ഇത് മെയിനായിട്ട് ഈ ജില്ലകളാട്ടോ ഇങ്ങനെ ഫൈറ്റിൽ വരിക. അതാണ് ഞാൻ ഈ ജില്ലകൾ എടുത്ത് പറയുന്നത്. മറ്റെല്ലാ ജില്ലകളും ഒന്നിനൊന്നികം എന്താണ് മെച്ചത്തിലാണ്. ഓരോരുത്തരും അവരുടെ പെർഫോമൻസ് ഓരോ വർഷം എന്താണ് വളരെയധികം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങളുടെ ജില്ലേനെ എന്ത് ചെയ്യുക? ടോപ്പാക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ സ്കൂളിനെ ടോപ്പാക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ സബ് ജില്ലേനെ ഉഷാറാക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുക? അറ്റ് ലാസ്റ്റ് നിങ്ങളെ ഉഷാറാക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ ഓരോ മത്സരത്തിൽ എന്ത് ചെയ്യുക? ഉഷാറായിട്ട് പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അത് പഠനത്തിനോടൊപ്പം എന്ത് ചെയ്യുക? കലാപരമായിട്ടുള്ള എല്ലാ കഴിവുകളും എന്ത് ചെയ്യുക? മുന്നോട്ട് ബൂസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഉഷാറായിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക? സ്കൂൾ ലൈഫൊക്കെ എന്താ മാക്സിമം എന്ത് ചെയ്യുക? ജാളിയാക്കി ഉഷാറാക്കിയിട്ട് വൈബാക്കി കൊണ്ടുപോവുക. അപ്പോൾ ഈ വർഷത്തെ കലോത്സവത്തിൻ്റെ ഡേറ്റ് സ്കൂൾ കലോത്സവം കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളിലും ഏത് സമയത്ത് നടക്കണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ഡിക്ലെയർ ചെയ്തത് എന്ന് വെച്ചാൽ ഈ വർഷത്തെ സ്കൂൾ തല കലോത്സവം എല്ലാം ആഗസ്റ്റ് മാസത്തിൽ, ഇതേതാ മാസം? ജൂൺ. ഓക്കെ, ആഗസ്റ്റ് മാസത്തിലാണ് സ്കൂൾ കലോത്സവം നടത്തേണ്ടത്. എല്ലാ സ്കൂളുകളിലും, ഒട്ടുമിക്ക എല്ലാ സ്കൂളുകളിലും എന്താണ് ആഗസ്റ്റ് മാസത്തിൽ തന്നെ എന്ത് ചെയ്യും? കലോത്സവം കംപ്ലീറ്റ് ആവും. പിന്നെ സബ് ജില്ലാ തല കലോത്സവം സെപ്റ്റംബർ മാസത്തിലും നടക്കണം. അതിനുശേഷം ജില്ലാതല കലോത്സവം ഒക്ടോബർ മാസത്തിലും, തൊട്ടടുത്ത മാസം തന്നെ ജില്ലാ കലോത്സവം ഏതെങ്കിലും നിങ്ങളുടെ ജില്ലയിലെ ഏതെങ്കിലും ഒരു 2-3-4 സ്കൂളുകളിലായിട്ടാണ് എന്ത് നടക്കുക? ജില്ലാതല കലോത്സവം നടക്കുക. അത് ഒക്ടോബർ മാസത്തിലാണ്. പിന്നെ ലാസ്റ്റ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആകാംക്ഷഭരിതയോടെ നമ്മളെല്ലാം ഉറ്റുനോക്കുന്ന സംസ്ഥാനം ഒട്ടാകെ വളരെ ഒരു ആക്ടിവേറ്റഡ് ആയിട്ട് മാധ്യമങ്ങളെല്ലാം വളരെ ചർച്ചാ വിഷയമാക്കി മാറ്റിയെടുക്കുന്ന നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം അടുത്ത വർഷം, അതായത് ഈ അക്കാദമിക് ഇയറിൻ്റെ എൻഡ് നെക്സ്റ്റ് ഇയർ 2025 ജനുവരിയിലാണ് എന്ത് ചെയ്യുക? സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുക. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ കലോത്സവത്തിൻ്റെ ഡേറ്റ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ഡേറ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പല ഇൻഫോർമേറ്റീവ് വീഡിയോസുകളും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് കറക്റ്റ് ടൈമിങ്ങിൽ എത്താൻ എന്ത് ചെയ്യുക? നിങ്ങൾ നമ്മളെ ചാനൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസും അതുപോലെ തന്നെ ലൈവ് ലിങ്കുകൾ, നോട്ട്സ്, നിങ്ങളുടെ 8ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും എന്ത് ചെയ്യും? നമ്മൾ ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ സ്പോട്ടിൽ പക്ക അടിപൊളിയായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും നമ്മളെ കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക. സോ all the best, goodbye.